നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നോൺ വെജ് ഭക്ഷണത്തിന്റെ വീഡിയോ വിശ്വാസികളെ അപമാനിക്കലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവരാത്രിയുടെ സമയത്ത് നോൺ വെജ് കഴിക്കുന്ന വീഡിയോ പങ്കുവച്ചത് എന്ത് മാനസികാവസ്ഥയോടെയാണ്? ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ്? മുഗൾ മനോഭാവത്തോടെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഹിന്ദു വികാരം ഉയർത്തി ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലെ റാലിയിൽ മോദി പ്രസംഗിച്ചു. എന്താഹാരം കഴിക്കുന്നു എന്നത് ഓരോരുത്തരുടെയും അവകാശമാണെന്നും, എന്നാൽ ചിലർ ഇത്തരം വീഡിയോകൾ നൽകുന്നത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണെന്നും മോദി ആരോപിച്ചു. ലാലു പ്രസാദിന്റെ വീട്ടിലെത്തിയപ്പോൾ മട്ടൺ തയ്യാറാക്കുന്ന വീഡിയോ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരുന്നു. ഹിന്ദുക്കൾ ഉപവാസം അനുഷ്ഠിക്കുന്ന ശ്രാവൺ മാസത്തിലാണ് ഈ വീഡിയോ ഇട്ടതെന്നാണ് മോദി റാലിയിൽ കുറ്റപ്പെടുത്തിയത്. അയോധ്യയിലെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വീണ്ടും ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതിനെയും മോദി വിമർശിച്ചു. ബി.ജെ.പിക്ക് അനുകൂലമായ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടെന്ന് ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നതിനിടയിലാണ് ഹിന്ദുത്വ വിഷയങ്ങളിലേക്ക് നരേന്ദ്രമോദി വീണ്ടും ശ്രദ്ധ തിരിക്കുന്നത്. കഴിഞ്ഞ 70 കൊല്ലവും കോൺഗ്രസ് ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്തിയെന്നും മോദി ആരോപിക്കുന്നു. ഇതിനിടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണ ആയുധമാക്കും. കോൺഗ്രസ് അധികാരം കൊണ്ട് ജമ്മു കാശ്മീരിലെ 370 എന്ന മതിൽ തീർത്തെന്നും ആ മതിൽ താൻ തകർത്തെന്നും മോദി ഉദ്ധംപൂരിലെ റാലിയിൽ പറഞ്ഞിരുന്നു. ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസോ പ്രതിപക്ഷ പാർട്ടികളോ സംസ്ഥാനത്ത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറയാൻ താൻ വെല്ലുവിളിക്കുമെന്നും മോദി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജമ്മു കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി ലഭിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു.